നമസ്കാരം. കേരള സ്റ്റോറി 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നിലനിൽക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ സ്റ്റേ ചെയ്തെങ്കിലും അവർ ടിക്കറ്റ് വിൽപ്പന നടത്തി. അതെല്ലാം വലിയ വിവാദമായിരിക്കുകയാണ്. അത് കേരളത്തിനെ കൃത്യമായി അവഹേളിക്കുന്ന നിലയിലുള്ള ഒരു സിനിമയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ഇവരിപ്പോഴും പഠിച്ചിട്ടില്ല. അത്തരം വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വലിയ നിലയിലുള്ള വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യം. വലിയ ട്രോളുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിലേറ്റവും പ്രധാനപ്പെട്ട ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൻ്റെ ഇനാഗ്രേഷന് വന്നിരുന്നു. ബോസ് വാലിയ റെസ്റ്റോറൻറ്റ് കൊച്ചിയിൽ തന്നെ പുതിയതായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അത് പുതിയ റോഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഷൈൻ ടോം ചാക്കോ അവിടെ എത്തുന്നു, ഫുഡ് കഴിക്കുകയും ചെയ്തത്. അതിനുശേഷം ഫുഡ് കഴിയുമ്പോൾ സാധാരണ ഫുഡൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു റിവ്യൂ എടുക്കുന്ന ഒരു കാര്യമുണ്ട്. പുതിയ റെസ്റ്റോറൻ്റ് ആകുമ്പോൾ ഒരു റിവ്യൂ എടുക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ റിവ്യൂ എടുക്കുന്ന സമയത്താണ് ഇപ്പം കേരള സ്റ്റോറിയെ കൃത്യമായി തന്നെ കളിയാക്കിക്കൊണ്ട് ട്രോളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ തന്നെ പറയുന്നു. അദ്ദേഹം വീഡിയോയിൽ പറയുന്ന ഈ പ്രകാരം നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, ബീഫിൻ്റെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുന്നത്. കൃത്യമായിട്ടാണ് ഷൈൻ പറയുന്നത്. ഷൈൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് പറയുന്ന ഒരാളാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തിറച്ചിയാണെന്നും പോത്തിനെ അറക്കുക എന്നാണ് പറയാറുള്ളത്, അല്ലാതെ പശുവിനെ ആരും അറക്കാറില്ല, പശുവിനെ ഇവിടെ ആരും കഴിക്കാറുമില്ല. കൃത്യമായിട്ടാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്ന സ്റ്റൈലുണ്ടല്ലോ. നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അദ്ദേഹം പറയുന്ന കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകളാണ്. ഇതൊന്ന് കേൾക്കാം. ഈ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിറച്ചിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ബീഫ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നു. ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല പോത്തിറച്ചി, പോത്തിനെ അറക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാം. അല്ലാതെ പശുവിനെ നമ്മൾ ആരും അറക്കാറുമില്ല, കഴിക്കാറുമില്ല. ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല പോത്തിറച്ചിയാണ്. അത് ആരും കഴിപ്പിക്കുകയും വേണ്ട, കഴിച്ചോളൂ. ടേസ്റ്റുള്ളത് പോത്തിറച്ചിയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് വിട്ടേക്ക്, ഇവരുള്ളവർക്ക് മനസ്സിലാവും. പിള്ളേർക്ക് പ്രത്യേകിച്ച് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അതിലായിരുന്നല്ലോ ബീഫ് നിർബന്ധിച്ച് ഒരു പെൺകുട്ടിയെ കഴിപ്പിക്കുന്ന ടീസർ പുറത്തിറങ്ങിയും അത് വലിയ ചർച്ചയാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. ബീഫ് ആരെയും ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. ബീഫ് ആരെയും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവരും കഴിച്ചോളും. നല്ല ടേസ്റ്റുള്ള പോത്തിറച്ചിയാണ്, പോത്തിറച്ചിക്കാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ പറഞ്ഞ് ആരെയും തമ്മിലടിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. വിവരമുള്ളവർ കാര്യം മനസ്സിലാക്കും, പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കൃത്യമായ മറുപടിയാണ് ആ ഹോട്ടലിലെ ഉദ്ഘാടനത്തിന് പിറ്റേ ദിവസം വന്ന് ഫുഡ് കഴിച്ച് ഫുഡ് ടേസ്റ്റ് ചെയ്ത് അദ്ദേഹം കഴിച്ച ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിൽ ബീഫും ഉണ്ടായിരുന്നു. ആ ബീഫിനെ ഓർത്തെടുത്തുകൊണ്ടാണ് കേരള സ്റ്റോറിക്കെതിരെ ഇത്തരമൊരു ട്രോള് എന്ന നിലയിലേക്കും എന്നാൽ കാര്യഗൗരവത്തോടു കൂടി ഷൈൻ ടോം ചാക്കോ പറഞ്ഞ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.